ചങ്കയുടെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാൾ പെട്ടെന്ന് വന്ന് നമ്മളോട് ചോദിക്കുകയാണ്, സെക്സി ചാറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഇൻട്രസ്റ്റ് ഉണ്ടോ? അപ്പോൾ ഒരു ചിരിയും കൊടുക്കുന്ന കുറച്ച് കഴിഞ്ഞപ്പോഴേ മറ്റ് സെക്സ്വൽ സർവീസും അവൈലബിൾ ആണ്, നോ താല്പര്യമില്ല ബ്രോ എന്ന് മറുപടി കൊടുക്കുകയാണ്. ഒരു സ്ത്രീയോടാണ് ചോദിക്കുന്നത്. ഓക്കെ, ആവശ്യം വന്നാൽ മെസ്സേജ് അയച്ചാൽ മതി, ആയിക്കോട്ടെ. കാലത്തിന്റെ ഒരു പോക്കേ. അതായത് ഒരുത്തം വളരെ മാന്യമായിട്ട് ചോദിക്കുന്നു താല്പര്യമുണ്ടോന്ന്. ആ സ്ത്രീയാണെങ്കിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളും ഭർത്താവൊക്കെ ഉള്ളതാണ്. എന്നിട്ട് അവരോട് പോയി ചോദിക്കുക, അവരെ ഇൻബോക്സിൽ പോയി ചോദിച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഇതിന് വല്ല താല്പര്യമുണ്ടോ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് തോന്നിയാലോ ഇങ്ങനെയൊരു താല്പര്യമുണ്ട്, ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം ഈ ഒരു രാത്രി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്നെ വിളിക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ സ്വയം പ്രൊമോട്ട് ചെയ്യുകയാണ് അദ്ദേഹത്തെ. അതായത് ഞാൻ ഇതുപോലെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പ്രൊമോട്ട് ചെയ്യുകയാണ്. എൻ്റെ ഭഗവാനെ, കാലം പോയ പോക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. അല്ലെ, എന്തൊരവസ്ഥയാണ് മനുഷ്യന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഈ മൃഗങ്ങളെക്കാട്ടിയും ഭയങ്കരമായിട്ട് മാറ്റം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴീ സെക്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, എവിടെ വെച്ചും എന്ത് വെച്ചും ചെയ്യാം. ഇതിനിടയ്ക്ക് ഞാനൊരു ഫോട്ടോയിൽ കണ്ടതാണ്. ആ ഫോട്ടോയിൽ നോക്കുമ്പോഴേ ഏതോ ഒരുത്തൻ സ്കൂട്ടറിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്, അവിടെ ഒരു പെണ്ണിരുന്നിട്ടുണ്ട്. അത് എന്നിട്ട് അതിങ്ങനെ പുറകിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ചവന്മാരാണല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് ആലോചിക്കുമ്പോഴേ എൻ്റെ ഭഗവാനെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് എങ്ങോട്ടായി പോകുന്നത് ഒരു ഉളുപ്പില്ലല്ലോ ഇപ്പം ചോദിക്കുമ്പോഴേ. അല്ലെങ്കിൽ അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ആ സ്ത്രീയെ ഞാൻ ഒരു കുറ്റം പറയും. എന്താണെന്നറിയാം, ഇല്ല ബ്രോ എന്ന് പറഞ്ഞത് അതൊരു വളരെയധികം മോശമായ കാര്യം. ഒരിക്കലും അങ്ങനെ വിളിക്കാൻ പാടില്ല, ബ്രോ ഒന്നും വിളിക്കാൻ പാടില്ല. ഏതായാലും മറുപടി കൊടുത്തു. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇയാൾ മാന്യനാണ്. കാരണം മറ്റു പലരെയും പോലെ ഒളിഞ്ഞോ നിന്നിട്ടൊന്നും ചോദിക്കുകയില്ല. കാരണം വളരെയധികം ഫ്രീ ആയിട്ട് പോയി ചോദിച്ചു. എല്ലാ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ, ഇനി താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ നേരിട്ട ആ സ്ത്രീയെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. മറ്റു പലരും ആണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ നിമിഷം തന്നെ ഒന്നാണ് ഇവനെക്കാട്ടിയും തറയാകാനാ ശ്രമിക്കുക. അതായത് ഇയാൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ 2 ഇരട്ടിയെങ്കിലും പറയണ്ടേ. ആ 2 ഇരട്ടി കൊണ്ട് എന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് ഇക്ഷായ്മ വരപ്പിക്കാം, അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഫെയിം ആകാം. അങ്ങനെയൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു താല്പര്യം, ചിലപ്പോൾ ഇവരുടെ ഡ്രസ്സ് കണ്ടിട്ടോ, അല്ലെങ്കിൽ ഇവരിട്ട് നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടോ, ഇല്ലെങ്കിൽ ഇവരുടെ ചിലപ്പോൾ അഭിനയം പോലും എന്താണെന്ന് വെച്ചാൽ ഇവർ ചില സമയത്ത് ഷോർട്സിലൊക്കെ ചില സ്ത്രീകളൊക്കെ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അവർ വിചാരിക്കുന്നത് എന്താ പറയുക, ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പം കിട്ടും ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ സമയത്തായിരിക്കും ഇവൻ ചോദിക്കുന്നുണ്ടാവുക, എന്നോട് താല്പര്യമുണ്ടോ? ഇല്ല, ശരി, എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ഒരുപാട് എണ്ണം ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയും, ഇതൊക്കെ എന്ന് പറഞ്ഞ് ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യം മര്യാദയായിട്ട് റീലെടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്. പക്ഷെ അതിനൊന്നും റീച്ചും കിട്ടൂല കേട്ടാ. മാന്യം മര്യാദയായിട്ട് റീലെടുത്ത് വിട്ട് കഴിഞ്ഞാൽ എന്ത് റീച്ച് കിട്ടാനാന്ന് കൂടി വന്നാൽ അത്രേ ഉള്ളൂ. വേഗം വൈറലാകണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി കാണിക്കണം. അതായത് ഇതിനിടെ കണ്ടു ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ അറിയില്ല, അവരിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സാരി നേരെയാക്കിക്കൊണ്ടിരിക്കും. ആ സാരി നേരെയാക്കിക്കുമ്പോൾ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരാൾ തന്നെ എന്ന് പറഞ്ഞ് ഇതിൽ കയറിക്കഴിഞ്ഞാൽ ഒരാൾ തന്നെ ഒരു 20, 50, 100 പ്രാവശ്യം കാണുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെ കാണുന്നത് ഇവർക്കൊരു വലിയ ഗുണം തന്നെയാണ്. കാരണം ഇവർക്ക് നല്ല റീച്ച് കിട്ടും. എന്താ കാര്യം എന്നറിയാം, അതായത് ആ സാരി ഇങ്ങനെ മാറ്റുമ്പോൾ ചെറിയൊരു ഇത് അവിടെ കാണും. അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് പിന്നീട് അങ്ങോട്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ചില ചെറുപ്പക്കാർ, ഇനി ഇവർക്ക് അങ്ങനെ വല്ല താല്പര്യം ഉണ്ടോടെ, ഭർത്താവൊക്കെ ഉണ്ട്, ഭർത്താവ് അവനെ നോക്കുമ്പോൾ അവനെ കൊള്ളത്തില്ല, എന്നൊരു കാര്യം ചെയ്ത് വിട്ടേക്കാം. അങ്ങനെ ഇൻബോക്സ് കയറിയിട്ട് അവൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും താല്പര്യമുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. ഇത് എങ്ങനെ വേണമെങ്കിൽ നേരിടാം. ഇത് വേണമെങ്കിൽ പബ്ലിക്കായിട്ട് വേണമെങ്കിൽ ഈ വലിച്ചു കയറാം. അതുപോലെ തന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന് നാളെയാളെ അറിയിക്കാം. പാട്ടുകൂട്ടി ചെണ്ടകൂട്ടി വേണമെങ്കിൽ ആഘോഷിക്കാം. അപ്പം അങ്ങനെ ആഘോഷിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് നിങ്ങൾ ചില സമയത്ത് മുള്ളു കൊണ്ടെടുക്കാൻ പറ്റുന്നത് നിങ്ങൾ JCB കൊണ്ടെടുക്കാൻ നോക്കരുത്. മുള്ളാണെങ്കിൽ ചെറിയൊരു കാര്യമുള്ളൂ, സൂചി കൊണ്ട് എങ്ങനെ തോണ്ടിയെടുക്കാൻ വേണമെങ്കിൽ. പക്ഷെ JCB കൊണ്ട് മാന്തി പുണ്ണാക്കാൻ നോക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ചില ആൾക്കാരുടെ ഈ ഒരു കാര്യവും ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ ചില ഞരമ്പന്മാർക്ക് പിടിച്ചേക്കാൻ കഴിയില്ല. ആ ഞരമ്പന്മാരെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബസ്സിൽ കയറി കഴിഞ്ഞാൽ തോന്നിയവാസം കാണിക്കുന്ന അവന്മാരില്ലേ, അവന്മാരെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ബസ്സിൽ കയറുന്നത് എന്ന് വിചാരിച്ച് നമുക്ക് ബസ് കയറാതിരിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഞരമ്പന്മാരെ ഒന്നുകിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള ഇതില് മോനെ എനിക്ക് താല്പര്യമില്ല, നീ വേറെ ആയിരിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞ് നേരിടാം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് നമ്മൾ മെഴുകിയിട്ട് യാതൊരു കാര്യവുമില്ല. ഈ കമന്റിന്റെ ഒക്കെ സ്ക്രീൻഷോട്ടും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരുപാട് എഴുതിയിട്ട് ഒരുപാട് വായിച്ച് ഒരുപാട് പേരുടെ തെറിയും കേട്ട് നീ
അങ്ങനെ ചെയ്തത് കൊണ്ടല്ലടി, നീ ഇങ്ങനെ ചെയ്തത് കൊണ്ടല്ലടി എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് വെറുതെ നിന്ന് കൊടുക്കുന്നത്? ഇതിപ്പോഴും കണ്ടില്ലേ, വളരെ മാന്യമായിട്ട് അവൻ ചോദിച്ചു, വളരെ മാന്യമായിട്ട് ഉത്തരം നൽകിയപ്പോഴേ അവനും സന്തോഷമായി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ച ഇതിന് ഓന് ഒരു ഇതായി. അതായത് ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും പോയി ചോദിക്കത്തില്ല, അത് ഉറപ്പാണ്. ഒരാൾ പോലും ഇനിയും ഇൻബോക്സിൽ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഭർത്താവും ഭാര്യയും ഇതൊക്കെ ആയിട്ട് ചെയ്യുന്ന ഇതാണ്, ഒരു വ്ളോഗാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള അവരെയും ചോദിക്കണമെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു നെഗറ്റീവ് ഇവരുടെ കയ്യിൽ ഉണ്ടാവാം. അതുകൊണ്ട് ആ നെഗറ്റീവ് ഇല്ലാതിരിക്കാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത്. അല്ലാതെ നമുക്ക് 10 വ്യൂ കിട്ടും എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് തെണ്ടിത്തരവും കാണിക്കരുത്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നാളെ മക്കളും അതുപോലെ തന്നെ എല്ലാവരും വലുതാകുമ്പോൾ അവർക്ക് പുറത്തിറങ്ങി ജീവിക്കാൻ കഴിയില്ല. ഇതിനിടയ്ക്ക് ഒരു നടി പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഞാൻ അഭിനയിച്ച പഴയ സംഗതികൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് വാങ്ങിക്കണം, എത്ര പൈസ ഞാൻ മുടക്കാനും തയ്യാറാണ്, ആ പ്രിന്റുകൾ എനിക്ക് കത്തിച്ചു കളയണം എന്നാണ് അവർ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവർക്ക് ഇപ്പോഴാണ് ബോധം വന്നത്. അതായത് മക്കളും കൊച്ചുമക്കളൊക്കെ ആയപ്പോഴാണ് അവർക്ക് താൻ പണ്ട് അഭിനയിച്ചത് അത്രയും വൾഗറായിട്ടുള്ള വേഷമായിരുന്നു, അല്ലെങ്കിൽ ഒരിക്കലും ഇത് അഭിനയിക്കാൻ പാടില്ലായിരുന്നു എന്ന് അവർക്ക് തോന്നിയത് ഇപ്പോഴ് ഒരു 10-20 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ചെറിയൊരു നേക്കഡായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടോ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറ്റികൾ കുറേ എണ്ണം നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നിങ്ങളെ ആഗ്രഹിക്കുന്നവരുണ്ടാകും, നിങ്ങളെ എന്താ പറയുക മനസ്സിൽ വെക്കുന്നവരുണ്ടാകും, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാകും. അവരെയൊക്കെ ഒന്നും നമുക്ക് കുറ്റം പറയാനും കഴിയില്ല. കാരണം എന്താ, നിങ്ങൾ അഭിനയിക്കുന്ന അവന്മാർക്ക് മനസ്സിലാകുന്നില്ല, അവന്മാർ ഇതങ്ങ് ഒറിജിനലാക്കി എടുക്കുക. നിങ്ങളിപ്പോൾ രാത്രി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഞാൻ ഒരു ഫാമിലി വ്ളോഗിൽ ഒരു സ്ത്രീൻ്റെ വീഡിയോ ഉണ്ട്, ഇങ്ങനെയാക്കിയിട്ടൊരു ഇത്. അപ്പൊ അവൻ വിചാരിക്കുന്ന എന്താ അറിയാവോ, അയ്യോ ആരും ഇല്ലായിട്ടായിരിക്കോട്ടാ, ആരും ഇല്ലായിട്ടായിരിക്കും. അവൻ ചിലപ്പോൾ 2.5 അടിച്ചിരിക്കുന്ന സമയമായിരിക്കും. ഏതായാലും ആരും അപ്പോടനെ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കും, ഞാൻ വരണോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വിചാരിക്കുന്നത് എന്താ അറിയാ, എന്നെ ഇപ്പം വിളിക്കും, ഇപ്പം തന്നെ എനിക്ക് മെസ്സേജ് അയച്ച് വിളിക്കുന്നതാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ ക്യാമറ എടുത്തു കൊടുക്കുന്ന ചിലപ്പോൾ ഭർത്താവായിരിക്കും, നമ്മളാരും അറിയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ താല്പര്യം ഇല്ല ബ്രോ തന്നെ വരുവാ. പക്ഷെ നമ്മൾ പ്രതീക്ഷയല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കും ഇങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലെങ്കിൽ മറ്റന്നാള് ഏതെങ്കിലും ഒരു ദിവസം വേണ്ടി വരും, അത് ഉറപ്പാന്ന്. കളി കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. കണ്ടില്ലായിരുന്നു, എന്തൊരു ഒലിപ്പീരാണ്, എന്തൊരു വികാര പരവേശിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ രാത്രി നട്ടപാതിരക്കുള്ള ലൈവ് ഇടുന്നവരെല്ലാം അവരൊരു 50 ഓട്ടാന്ന് ഈ സാരി ഇങ്ങനെ നേരിടും, ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് നേരിയാവില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കണം നിങ്ങൾ. അങ്ങനെ പൈസക്ക് ലൈവ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ലൈവ് ചെയ്യുന്നവരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം ഒരുത്തൻ ചോദിക്കണമെങ്കിൽ അവൻ എങ്ങനെയാണ് അത് ചോദിക്കാൻ തോന്നിയത്, അല്ലെങ്കിൽ അവൻ എന്ത് ധൈര്യത്തിലാണ് ചോദിച്ചത്, അതുമാത്രവുമല്ല എന്ത് കണ്ടിട്ടാണ് അവൻ ചോദിച്ചത് എന്നുകൂടി മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടും തുനിഞ്ഞിറങ്ങണം. അതായത് ഞങ്ങൾക്ക് പൈസ മതി, നാണവും മാനവും ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് പൈസ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് തുനിഞ്ഞിറങ്ങുകയാണ് വേണ്ടത്. അങ്ങനെയാകുമ്പോഴും കുറച്ച് ഗുണം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരുത്തിന്റെ നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് അമ്മായി അച്ഛനും അമ്മായി അമ്മക്കും എല്ലാവർക്കും അറിയാം ഈ ബെഡ്റൂം സീൻ കാണിച്ചിട്ടാണ് പൈസ മേടിക്കുന്നതെന്ന്. അപ്പൊ അതറിഞ്ഞിട്ടും കൂടി അവരൊക്കെ എന്ന് പറഞ്ഞ് ഇത് ആസ്വദിച്ചിരിക്കല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.